വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് വിക്ടോറിയൻ പീരീഡിലെ ക്രോണോളജി ആൻഡ് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് ദ വിക്ടോറിയൻ ഏജ്, ക്രോണോളജി ഓഫ് ദ പീരിയഡ്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ദ വിക്ടോറിയൻ ഏജ്. ഈ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. 1837 മുതൽ 1901 വരെയുള്ള ഈ ഒരു പീരീഡ് എന്നുള്ളത് വാസ് എ പീരീഡ് ഓഫ് ഇമ്മൻസ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ബ്രിട്ടൻ. ഈ ഒരു പീരീഡ് മാർക്ക്ഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇമ്പീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഇവോൾവിംഗ് സോഷ്യൽ നോംസ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് എ ടൈം ഓഫ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ നാഷനിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഉണ്ടായിട്ടുള്ള ഒരു 1837 മുതൽ 1901 വരെയുള്ള ഈ ഒരു പീരീഡ് എന്നുള്ളത് ക്യൂൺ വിക്ടോറിയയുടെ ഭരണമുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പീരീഡിനെ വിക്ടോറിയൻ ഇറ എന്നാണ് അറിയപ്പെടുന്നുള്ളത്. ഇനി ഏർലി വിക്ടോറിയൻ ഇറ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പീരീഡ് എന്നുള്ളത് ക്യാരക്ടറൈസ്ഡ് ബൈ ദ റൈസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബൻ ഗ്രോത്ത് ആൻഡ് സോഷ്യൽ റിഫോംസ്. മിഡ് വിക്ടോറിയൻ ഇറ എന്നുള്ളത് മാർക്ക്ഡ് ബൈ ദ പീക്ക് ഓഫ് ബ്രിട്ടൻസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇമ്പീരിയൽ പവർ വിത്ത് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. ലേറ്റ് വിക്ടോറിയൻ ഇറ എന്നുള്ളത് ഡിക്ലൈൻ ഓഫ് ബ്രിട്ടീഷ് ഡോമിനൻസിൻ്റെ ഡിക്ലൈൻ ആണ് ഈ ഒരു ടൈമിൽ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ദ റൈസ് ഓഫ് അതർ ഇൻഡസ്ട്രിയൽ പവേഴ്സ് ആസ് വെൽ ആസ് ഗ്രോയിങ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്. ഇനി ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നുള്ളത് ബ്രിട്ടന് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ പവറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. വിത്ത് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ, മാനുഫാക്ചറിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ബ്രിട്ടീഷ് എംപയർ റീച്ച്ഡ് ഇറ്റ്സ് സെനീത്ത്. ബ്രിട്ടീഷ് ടെറിട്ടറീസ് എന്നുള്ളത് അക്രോസ് ദ ഗ്ലോബ് എക്സ്പാൻഡഡ് ആണ്. അതുപോലെ തന്നെ ഗ്ലോബൽ പൊളിറ്റിക്സും ട്രേഡൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ റിഫോം എഫേർട്സ് ടു അഡ്രസ് പോവേർട്ടി, ഇംപ്രൂവ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് എക്സ്പാൻഡ് സോഷ്യൽ സർവീസസ് ദോ ഓഫ്റ്റൻ വിത്ത് എ ക്ലാസ് ബേസ്ഡ് അപ്രോച്ച്. ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ ഷിഫ്റ്റ്, റൈസ് ഓഫ് സയൻസ്, റിലീജിയസ് ഡിബേറ്റ്സ് ആൻഡ് ഇവോൾവിംഗ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്ററേച്ചർ, ആർട്ട്, അതുപോലെ തന്നെ ഡെയിലി ലൈഫിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഷൻ ഓഫ് ദ ഫ്രാഞ്ചൈസ് ലീഡ് ചെയ്യുന്നുണ്ട് ടു മോർ ഡെമോക്രാറ്റിക് റിപ്രസെൻറ്റേഷൻ ആൻഡ് ദ ഗ്രോത്ത് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്. റൈസ് ഓഫ് മാസ് മീഡിയ, ലിറ്ററേസി ഇൻക്രീസ്ഡ് ആകുന്നതും അതുപോലെ തന്നെ ന്യൂ ടെക്നോളജീസ് ആയിട്ടുള്ള പ്രിൻറ്റിംഗ് പ്രോസസ്സൊക്കെ ഡെവലപ്മെൻ്റ് ആകുന്നതും കാരണമായിട്ട് എനാബിൾഡ് ദ ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ക്രിയേഷനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് അതർ ഫോംസ് ഓഫ് മീഡിയ. ചേഞ്ചിങ് സോഷ്യൽ നോംസ്, ഈ ഒരു പീരീഡ് കാണുന്നുണ്ട് ഇവോൾവിംഗ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ജെൻഡർ റോൾസ്, സെക്ഷുവാലിറ്റി ആൻഡ് മൊറാലിറ്റി ആസ് വെൽ ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ സോഷ്യൽ ക്ലാസസ്. ക്യൂൺ വിക്ടോറിയയുടെ ഭരണത്തിൻ്റെ ആ ഒരു ഇറ എന്നുള്ളത് 3 പീരിയഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏർലി വിക്ടോറിയൻ പീരിയഡ്, ദ മിഡ് വിക്ടോറിയൻ പീരിയഡ്, ദ ലേറ്റ് വിക്ടോറിയൻ പീരിയഡ്. ഏർലി വിക്ടോറിയൻ പീരിയഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1837 ക്യൂൺ വിക്ടോറിയ അസെൻസ് ത്രോൺ. 1838 ബ്രിട്ടീഷ് എംപയറിൽ സ്ലേവറി അബോലിഷ് ചെയ്യുന്നുണ്ട്. 1840 എന്നുള്ള ഈ ഒരു പീരീഡ് എന്നുള്ളത് മാർക്ക്ഡ് ബൈ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, സോഷ്യൽ അൺറസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ റിഫോം മൂവ്മെൻറ്റ്സ്. 1851 ലണ്ടനിൽ ദ ഗ്രേറ്റ് എക്സിബിഷൻ ഷോക്കേസസ് ബ്രിട്ടൻസ് ഇൻഡസ്ട്രിയൽ പ്രൊവേഴ്സ് ആൻഡ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. ഇനി മിഡ് വിക്ടോറിയൻ പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1850 എക്കണോമിക് പ്രോസ്പെറിറ്റി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എ ഗ്രോയിങ് മിഡിൽ ക്ലാസ് ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ ചേഞ്ച്. ഗ്രോ ചെയ്യുന്നുള്ള ആ ഒരു മിഡിൽ ക്ലാസ് കാരണമായിട്ട് സോഷ്യൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. 1860 റിഫോം ആക്ട് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു റിഫോം ആക്ട് കാരണം മോർ വർക്കിംഗ് ക്ലാസ് മെന്നിന് വോട്ടിംഗ് റൈറ്റ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രാഞ്ചൈസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. 1868 ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈം മിനിസ്റ്റർ ആവുന്നുണ്ട്, അഷറിങ് ഇൻ എ ന്യൂ ഇറ ഓഫ് കൺസർവേറ്റീവ് പൊളിറ്റിക്സ്. ലേറ്റ് വിക്ടോറിയൻ പീരീഡിൽ 1870 ബ്രിട്ടൻസ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റീച്ചസ് ഇറ്റ്സ് പീക്ക് വിത്ത് എ സിഗ്നിഫിക്കൻറ്റ് എക്സ്പാൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. 1880 ദ ഗ്രേറ്റ് ബ്ലിസാർഡ് എന്ത് ചെയ്യുന്നുണ്ട് കാരണമായിട്ട് വൈഡ് സ്പ്രെഡ് ഡിസ്റപ്ഷൻ ഉണ്ടാവുന്നുണ്ട്. 1890 എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ ടെക്നോളജീസ് റൈസ് ചെയ്യുന്നുണ്ട്, സച്ച് ആസ് ഇലക്ട്രിസിറ്റി ആൻഡ് ഫോട്ടോഗ്രാഫി. അതുപോലെ തന്നെ ഡെയിലി ലൈഫിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. 1901 ക്യൂൺ വിക്ടോറിയ മരിക്കുന്നുണ്ട്.
മാർക്കിംഗ് ദ എൻഡ് ഓഫ് ദ വിക്ടോറിയൻ ഇറ. വിക്ടോറിയൻ ഇറ എൻഡ് ചെയ്തതായിട്ട് മാർക്ക് ചെയ്യുന്നുള്ളത് ഈ ഒരു 1901 ക്യൂൺ വിക്ടോറിയയുടെ മരണത്തോടു കൂടിയാണ്. Victorian era എന്നുള്ളത് വാസ് എ ടൈം ഓഫ് സിഗ്നിഫിക്കൻറ്റ് സൊസൈറ്റൽ ആൻഡ് ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ബ്രിട്ടൻ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബണൈസേഷൻ ആൻഡ് ദ റൈസ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ഈ ഒരു പീരീഡ് എന്നുള്ളത് ബോത്ത് ഇമ്മൻസ് ചേഞ്ച് ആൻഡ് ഡീപ്ലി ഹെൽഡ് കൺസർവേറ്റീവ് വാല്യൂസ് ലീഡ് ചെയ്യുന്നുള്ളത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഷിഫ്റ്റിലേക്കാണ്. ആസ് വെൽ ആസ് ആർട്ടിസ്റ്റിക് ആൻഡ് ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെൻഷനിലേക്ക്. എനിക്ക് ഈ ട്രാൻസ്ഫോർമേഷൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, ബ്രിട്ടൻ്റെ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. റൂറൽ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നിന്നും അർബണിലേക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനിലേക്കും ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. വിത്ത് ന്യൂ ടെക്നോളജീസ് ലൈക്ക് റെയിൽ റോഡ്സ് ആൻഡ് സ്റ്റീം പവർ റീഷേപ്പിംഗ് ഡെയിലി ലൈഫ് ആൻഡ് എക്കണോമി. അർബണൈസേഷൻ, ലാർജ് പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് റൂറൽ ഏരിയാസിൽ നിന്നും സിറ്റിയിലേക്ക്. ഇത് കാരണമായിട്ട് ഓവർ ക്രൗഡിങ്, പോവർട്ടി, സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. വൈൽ ഓൾസോ ഫോസ്റ്ററിങ് ന്യൂ ഫോംസ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് ക്ലാസ് സ്ട്രക്ചേഴ്സ്. സോഷ്യൽ ചേഞ്ച്, വിക്ടോറിയൻ ഇറയിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഗ്രോത്താണ് വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഗ്രോത്ത് എന്നുള്ളത്. ദ റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ് ആൻഡ് ഇൻക്രീസിങ് ഡിമാൻഡ്സ് ഫോർ സോഷ്യൽ റിഫോം ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് പെർട്ടിക്കുലർലി ഫോർ വുമൺ ആൻഡ് ദ working class. Political transformation, the rise of the parliamentary system, അതുപോലെ തന്നെ ദ എക്സ്പാൻഷൻ ഓഫ് വോട്ടിംഗ് റൈറ്റ്സ് ആൻഡ് ദ ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിസം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എ മോർ പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ആൽബിറ്റ് സ്റ്റിൽ വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഇൻഇക്വാലിറ്റീസ്. ഇമ്പീരിയൽ എക്സ്പാൻഷൻ, ബ്രിട്ടീഷ് എംപയർ എന്നുള്ളത് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ബ്രിങ്ങിങ് വെൽത്ത് ആൻഡ് പവർ ടു ബ്രിട്ടൻ. ബ്രിട്ടൻ എന്ത് ചെയ്യുന്നുണ്ട്, വെൽത്തും പവറും നൽകുന്നുണ്ട്. ബട്ട് ഓൾസോ ലീഡിങ് ടു ഡിബേറ്റ്സ് അബൌട്ട് കൊളോണിയലിസം. ലീഡ് ചെയ്യുന്നുള്ളത് ഡിബേറ്റ്സ് ആയിട്ടുള്ള കൊളോണിയലിസത്തിലേക്കും അതുപോലെ തന്നെ റാഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇതിലേക്കൊക്കെയാണ് ലീഡ് ചെയ്യുന്നുള്ളത്. സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, വിക്ടോറിയൻ ഇറ എന്നുള്ളത് പീരീഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് സയൻറ്റിഫിക് ഡിസ്കവറീസ് ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇൻഡസ്ട്രീസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡെയിലി ലൈഫ്. ഈ ഒരു പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, സയൻറ്റിഫിക് ഡിസ്കവറീസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കൾച്ചറൽ ഷിഫ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ റിലീജിയസ് ബിലീവ് ചെയ്യുന്നുള്ളത് വർ ചലഞ്ചഡ് ആൻഡ് ന്യൂ ഫിലോസഫിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് മൂവ്മെൻറ്റ്സ് എമേർജ്ഡ് ഇൻക്ലൂഡിങ് റിയലിസം ആൻഡ് ദ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ്. റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ ആൻസൈറ്റീസ് ആൻഡ് അൺസർട്ടനിറ്റീസ് ഓഫ് എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. In essence, the Victorian era was a period of immense change and transformation driven by industrialization, urbanization, and imperial expansion, which reshaped British society, politics, and culture, leading to both advancements and challenges that continue to resonate today. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.